നമസ്കാരം, ചുരക്കടൻസ് വ്ലോഗിലോട്ട് എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് മേടിക്കുന്നതിനെ കുറിച്ചുള്ള സീരീസ്. UK വന്നിട്ട് ആൾക്കാർ പുതിയ വീട് മേടിക്കുന്നു. അപ്പം പുതിയ വീട് മേടിക്കാനാണോ നല്ലത്, പഴയ വീട് മേടിക്കാനാണോ നല്ലത് എന്നൊക്കെ ഉള്ളൊരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു 3-4 സീരീസ് ഇറക്കാമെന്ന് ഓർത്തു. അപ്പം അങ്ങനെ നോക്കിയപ്പം മെയിനായിട്ട് നമ്മുടെ ആരാണേലും ഇപ്പോൾ ഈ മോർഗേജ് അഡ്വൈസേഴ്സ് ആണെങ്കിലും, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, എല്ലാവരും പറയണത് ഒരു 5% മതി, 0% കിട്ടും, ഇതെല്ലാം ഇത്രയും മതി എന്ന് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തുകയിൽ വീട് മേടിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം 5% മതിയായിരിക്കാം. അത് കൂടാതെ അതിനകത്ത് കുറേ ഹിഡൻ ചാർജസ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ക്ലാരിറ്റി. ഞാനൊരു എക്സ്പേർട്ട് അല്ല ഈ ഒരു കാര്യത്തിൽ. പക്ഷെ വീട് മേടിച്ച ആള് അവർക്ക് ഉണ്ടായ എക്സ്പെൻസ് അത് എന്തൊക്കെയാന്നുള്ളത് ഇപ്പം ഇന്നത്തെ ഒരു കറണ്ട് ഡേറ്റിൽ എങ്ങനെയാന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട്, ഡിനു എന്ന് പറഞ്ഞാണ്. അദ്ദേഹം UK വന്നിട്ട് 3 വർഷം 4 മാസമാകുന്നു അല്ലേ? പുള്ളി ഇവിടെ NHS നേഴ്സാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പം ഡിനുവിന് നമ്മുടെ ചാനലിലോട്ട് വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് അളിയ ഫോർ ദ ന്യൂ ഹോം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു വീട് മേടിക്കണം എന്ന് പറയുന്നത് എല്ലാരും പറയണ പോലെ ഒരു സ്വപ്നമാണ്. പക്ഷെ എല്ലാരും പറയണ പോലെ ഈ 5% കൊണ്ട് മാത്രം നമുക്കൊരു വീട് മേടിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് ഒരു ബ്രിക്ക്ഡ് ആയിട്ടുള്ള സാധനം കിട്ടും എന്നുള്ളതല്ല, അതിനകത്ത് എന്തൊക്കെയാണ് സംഗതികൾ എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് ഇവിടെ പല വിധത്തിലുള്ള സ്കീമുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വന്ന ആളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിസയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് തരത്തിലുള്ള വീടാണ് കിട്ടുക എന്നുള്ളത്. സോ മെയിനായിട്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആളെന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന 2 രീതിയിലാണ്. ഒന്ന് ഹെൽപ്പ് ടു ബൈ. ഹെൽപ്പ് ടു ബൈയിൽ നമുക്ക് പുതിയ വീട് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള വീടിനാണ് നമുക്ക് 5% കൊണ്ട് വാങ്ങാൻ കഴിയുക. അതല്ലാതെ പുതിയ പല സ്കീം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് പഴയ വീടാണ് നോക്കുന്നതെങ്കിൽ അത് നമുക്ക് 10% ഡിപ്പോസിറ്റിൽ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ റീസെന്റ് ആയിട്ട് എന്നോട് ഒരു മോർഗേജ് അഡ്വൈസർ പറഞ്ഞിരുന്നു, പുതിയതോ സ്കീം വന്നിട്ടുണ്ട്, 5% കൊണ്ട് പഴയ വീട് വാങ്ങാൻ സാധിക്കുന്നു. പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ 2 നമ്മൾ മേടിച്ച വീട് ഹെൽപ്പ് ടു ബൈ ആണ്. ഇത് ഈ ഹെൽപ്പ് ടു ബൈ സ്കീം നമ്മുടെ വെയിൽസിൽ മാത്രമേ ഉള്ളൂ, അതോ നമ്മുടെ ഇംഗ്ലണ്ട് ആ സൈഡിലോട്ട് വല്ലതും ഉണ്ടോന്നുള്ളത് അറിയാം? അത് നേരത്തെ ഐ തിങ്ക് 1-2 വർഷം മുമ്പ് വരെ ഓൾ UK ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അറിയപ്പെടുന്നത് ഹെൽപ്പ് ടു ബൈ വെയിൽസ് എന്നിട്ട് പറഞ്ഞിട്ട് അതെ അതെ. സോ അവരാണ് ഈ 5% ഡിപ്പോസിറ്റ് കൂടെ നമുക്ക് വീട് മേടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പം നമ്മൾ 5% എടുത്തു, ബാക്കി 5% വെയിൽസ് ഗവൺമെന്റ് 5 അല്ല, നമ്മൾ 5% കാശ് ഇടുക. മൊത്തം ഒരു വീടിന്റെ വില 300,000 പൗണ്ട്സ് ആണെങ്കിൽ അതിന്റെ 5% എന്ന് പറഞ്ഞാൽ 15,000 പൗണ്ട്സ് നമ്മൾ ഇടണം. പിന്നെ 20% ഹെൽപ്പ് ടു ബൈ നമുക്ക് തരും. ലെൻഡ് ചെയ്യാണ്, നമ്മൾ തിരിച്ചടക്കണം. 5 വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. 5 വർഷം കഴിഞ്ഞാൽ വീടിന്റെ വിലയുടെ അന്നത്തെ വാല്യൂവിന്റെ 20%, ആ വാല്യൂവിനനുസരിച്ച് നമ്മൾ തിരിച്ച് പേ ചെയ്യണം, ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ നമ്മൾ പേ ചെയ്യണത് 5%. അതെ. ഹെൽപ്പ് ടു ബൈ സ്കീമിൽ അവർ പേ ചെയ്യുന്നത് 15% ആണ്. 20%. നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കുന്നത് 25% ആണ്. നമ്മുടെ 5ഉം ഇവർ തരുന്ന 20 കൂടെ കൂട്ടി 25% നമ്മൾ അടയ്ക്കണം. ബാക്കി 75% നമ്മളൊരു ബാങ്കിന്റെ അടുത്തുനിന്ന് ലോൺ ആയിട്ട് നമുക്ക് എടുക്കുന്നത്, ഹോം ലോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ 25% എന്ന് പറയുമ്പോഴത്തേനും അപ്പൊ ഇനി നമ്മൾ എത്ര തിരിച്ചടക്കേണ്ടി വരും? ഇപ്പൊ ഒരു 3 ലക്ഷം രൂപയുടെ വീട് എടുക്കുവാണെങ്കിൽ നമ്മൾ 15 രൂപ നമ്മൾ ഇട്ടു, 60 രൂപ ഇവര് തരും. 60 രൂപ ഇവര് തരും. അപ്പൊ ഈ 60,000 പൗണ്ട്സ് നമ്മള് 5 വർഷത്തിനകത്ത് തിരിച്ചടക്കണം. അത് മാൻഡേറ്ററി അല്ല. 5 വർഷത്തിനകത്ത് അടച്ചു തീർത്താൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇൻ കേസ് 5 വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ മോർഗേജ് എത്ര കാലമാണ്, ഇപ്പൊ 25 വർഷത്തിനാണെങ്കിൽ എടുത്തെങ്കിൽ 25 വർഷം കൊണ്ട് നമുക്ക് ഇത് അടച്ചു തീർക്കാം. പക്ഷെ ഇതിന്റെ എന്താ പറയാ, ഇവർ തന്നേക്കുന്ന എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് ആടാവും. അപ്പൊ നമ്മൾ EMI ആയിട്ട് അതും അടച്ചു തീർക്കാം. EMI ആയിട്ട്. അപ്പൊ അത് ഫ്രം ദ ഡേ 1 നമ്മൾ ഈ
ഹോം ലോൺ അടയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കതും അടച്ചുകൊണ്ട് പോകേണ്ട ഇതുണ്ടെന്നാണ് പറയണത്. അടച്ചുകൊണ്ട് ആണെങ്കിൽ അതാണ് നല്ലത്. അതാണ് നല്ലത് അല്ലേ? ഇപ്പോ എന്താ പറയാ, ഒരു 300,000 ഉള്ള വീടിന് എത്ര 75% എന്ന് പറയുമ്പോൾ 225 നമുക്ക് ലോണായിട്ട് എടുക്കണം. അപ്പൊ ആ ലോണിന്റെ EMI എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1,100-1,200 പൗണ്ട് വരും. പിന്നെ നമ്മുടെ അടുത്ത് വെക്കുന്ന ഹെൽപ്പ് ടു ബൈ 60,000 പൗണ്ടിന്റെ EMI, അത് നമുക്ക് എത്രയാന്ന് വെച്ച് അടയ്ക്കാം. 1 പൗണ്ട് മുതൽ മേളിലേക്ക് എത്ര രൂപ വേണമെങ്കിലും അടയ്ക്കാം, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച്. അപ്പൊ അതൊരു ആവറേജ് ഒരു 200, 300, 500 നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന എത്രയാണോ എല്ലാ മന്തിലും ഒരു മാസത്തെ എല്ലാ ചെലവ് കഴിഞ്ഞിട്ട് അതങ്ങ് അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം, അത്രയും നല്ലത്. കാരണം നമുക്ക് ഈ ഹെൽപ്പ് ടു ബൈ സ്കീമിൽ നിൽക്കുന്ന അത്രയും കാലത്തോളം നമുക്ക് വേറൊരു വീട് മേടിക്കാനോ, അപ്പൊ അതിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഒരു ബൈ ടു ലെറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ വീട് വിറ്റിട്ട് അടുത്ത വീട്ടിലോട്ട് പോകുമ്പോൾ ആ വീട് വിറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, നമ്മുടെ വീട് മേടിക്കുന്ന ആൾക്കാർ. അങ്ങനെയല്ല, ഞാൻ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളിവിടെ താമസിക്കുന്നു, ഇനിയിപ്പോ നമുക്ക് ഒരു വേറെ വീട് മേടിച്ചിട്ട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കണം. അതിനാണ് നമ്മൾ ബൈ ടു ലെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വീടൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ ഒരുപാട് നൂലാമാലകളുണ്ട് നമ്മൾ ഈ ഹെൽപ്പ് ടു ബൈയിൽ നിൽക്കുന്ന സമയത്ത്. നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇവരെ അറിയിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് സംഭവം. നമ്മൾ ഈ 5% മാത്രം മതി ഹെൽപ്പ് ടു ബൈ സ്കീം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും, പക്ഷെ അതിനകത്തും ഒരുപാട് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. നല്ലതാണ്. ഓക്കെ. അപ്പം ഇനിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ 5% മാത്രം നമുക്ക് മതി. ഈ 5% കൊണ്ട് ഇപ്പൊ നമ്മള് കയ്യിൽ ഇപ്പൊ 15,000 പൗണ്ട് നമ്മൾ വീടെടുത്തു. അത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഈ ഒരു വീടിന്റെ കാര്യത്തിൽ? ഇപ്പൊ വെയിൽസിലെ നിയമം അനുസരിച്ച് നമ്മുടെ വീടിന്റെ വില, മൊത്തം വില 2,25,000 മുകളിലാണെങ്കിൽ നമ്മൾ ഇതിന് ലാൻഡ് രജിസ്ട്രേഷൻ ടാക്സ് അടയ്ക്കണം. 2,25,000 പൗണ്ട് ആണെങ്കിൽ നമ്മൾ ലാൻഡ് രജിസ്ട്രേഷൻ ടാക്സ് അതിന് മുകളിലാണെങ്കിൽ അത് കുറവിനുള്ള വീടിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അത് ഫസ്റ്റ് ടൈം ബയർ ടാക്സ് ആണോ അല്ലെങ്കിൽ എത്രാമത്തെ വീടാണെങ്കിലും നമ്മൾ 2,25,000 മുകളിൽ പോയി കഴിഞ്ഞാൽ ടാക്സ് അടച്ചേ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് അവർ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 3 ലക്ഷത്തിന്റെ വീടാണെങ്കിൽ 2,25,000 വരെ ടാക്സ് ഇല്ല. അതിന് മേളിലേക്കുള്ള 77,000 പൗണ്ട് ഉണ്ടല്ലോ, 2,25,000 മുതൽ 3 ലക്ഷം വരെയുള്ള 75,000 പൗണ്ടിന്റെ 6% എമൗണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. അത് തന്നെ നമ്മളൊരു 6% നോക്കുമ്പോൾ തന്നെ ഏകദേശം 3,000-4,000 പൗണ്ട് അത് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു 15 ഒരു 4,000 കൂട്ടാം. അപ്പൊ 19,000. പിന്നെ നമുക്ക് സോളിസിറ്റർ ചാർജസ് വരുന്നുണ്ട്. നമ്മള് ഒരു വീട് വാങ്ങുമ്പോൾ അതിന്റെ ലീഗൽ വശങ്ങളൊക്കെ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കമ്പൽസറി ആയിട്ട് ഒരു സോളിസിറ്ററിനെ നമ്മൾ ഹയർ ചെയ്ത് അവരുടെ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പേപ്പർ വർക്ക്സിനും അവർ സെപ്പറേറ്റ് ചാർജ് മാത്രമല്ല അതിന് വാറ്റ് അടിയും അവർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ആവറേജ് ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള പോലെ GST വരുന്ന പോലെ ഇവിടെ എല്ലാത്തിനും അപ്പോ അവരുടെ ഫീസ്, ഓരോ സോളിസിറ്ററിന്റെ ഫീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത സോളിസിറ്റർ ഒരു 3 പേരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ ഏറ്റവും കുറച്ച് എമൗണ്ട് കോട്ട് ചെയ്ത ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ ആളുടെ ഫീസ് മാത്രം എനിക്ക് ഏകദേശം 1,500-1,600 ഇടയ്ക്കാണ് എല്ലാം കൂടി കൂട്ടി അവരുടെ ഫീസ്. പിന്നെ നമ്മുടെ വേറെ കുറെ ഈ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ചാർജസും അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം കൂടി കൂട്ടിട്ടോ ഇവർ ഈ ഫീസ് എല്ലാം കൂടി ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ അതും കൂടി നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ 1,600 പൗണ്ടിന്റെ അടുത്ത്. അപ്പൊ തന്നെ 20,600 പൗണ്ടായി. അപ്പൊ ഇത്രയാണ് നമ്മള് വീട് മേടിക്കാനായിട്ടുള്ള ഇപ്പൊ 3 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ 20,600 പൗണ്ടായി ജസ്റ്റ് വീടിന് മാത്രം. കേട്ടോ, ഇത് വേറെ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഈ വേറെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് വീട് മേടിച്ചു. പക്ഷെ ഇതൊരു ന്യൂ ബിൽഡ് പ്രോപ്പർട്ടിയാണ്. നമുക്കിപ്പോ ഹെൽപ്പ് ടു ബൈ സ്കീം ഉള്ളത്. ഫ്യൂച്ചർ വേറെ എന്തെങ്കിലും വരുമെന്ന് അറിയില്ല. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ന്യൂ ബിൽഡാണ് മേടിച്ചത്. ന്യൂ ബിൽഡ് വരുമ്പോൾ ഫ്ലോറിംഗ് പോലും ഇല്ല വീടിന്. ഫ്ലോറിംഗ് നമ്മൾ കാശ് കൊടുത്ത് ചെയ്യണം. ചില ബിൽഡേഴ്സ് ഫ്ലോറിംഗ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് തരും. ചില പ്രോപ്പർട്ടീസിന്, ചില വീടിന് അവർ ചില ഓഫറൊക്കെ ആഡ് ചെയ്ത് തരും. നമ്മുടെ ഈ വീടിന് ആവറേജ് ഒരു നമ്മൾ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എന്താ പറയുക,
കീ വർക്കർ സ്കീം എന്ന് പറഞ്ഞിട്ട് 3% ഡിസ്കൗണ്ട് തന്നിരുന്നു. 3%. നമ്മുടെ വീടിന്റെ വില 280 280-ന് 3% എന്ന് പറയുമ്പോൾ ഏകദേശം 8,300 സംതിങ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചില ബിൽഡേഴ്സേ തരുള്ളൂ. എല്ലാവരും തരുന്നില്ല. അപ്രോച്ച് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുന്നത് ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോ അത് ഒരു കാര്യം ഓർത്ത് വെക്കണം, നല്ലതാണ്. മീൻസ് നമ്മളൊരു പ്രോപ്പർട്ടിയോ എന്ത് മേടിക്കാൻ പോയാലും ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, എസ്പെഷ്യലി NHS വർക്ക് ചെയ്യണ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഏതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ, എനിക്കത് കൂടുതൽ NHS വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണോ കൂടുതൽ ഇല്ല, ഹെൽത്ത് കെയർ സെക്ടറിൽ കീ വർക്കർ എന്ന് പറയുമ്പോൾ നേഴ്സസ് മാത്രമല്ല വരുന്നത്. നേഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഫയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോലീസ് ഉണ്ട്. ഇവരെല്ലാം കീ വർക്കറിന്റെ കീഴിലാണ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ കെയറേഴ്സും വരും. അപ്പൊ ഈ കീ വർക്കേഴ്സിന്റെ ഇതിനകത്ത് അപ്പൊ നിങ്ങളും കൂടി ഈ ഒരു കാര്യം ചോദിക്കാൻ മറക്കല്ല. ഡിസ്കൗണ്ടിന്റെ ഡിസ്കൗണ്ട് എവിടെ ചെന്നാലും ചോദിക്കാൻ മറക്കാം. ചോദിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറയണത് പോലെ ഇല്ലെന്ന് പറയാം. നമ്മളിപ്പോ എവിടെ പോയാലും ഷോപ്പിൽ പോയാൽ പോലും പല ഷോപ്പിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് വെച്ചിട്ട് ഓഫർ ഉണ്ടാവും. നമ്മൾ ചോദിച്ചാലേ തരുള്ളൂ. അത് മാത്രമല്ല, ഇനിയൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അവർ പറയും നിങ്ങള് മേടിച്ച പ്രോഡക്റ്റിന് ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് തരില്ലെന്ന് പറയും. അതെ, അവര് അതിനകത്തും നമ്മളെ ഇത് ചെയ്യാനായിട്ടുള്ളത് നോക്കും. അപ്പൊ വീട് മേടിക്കാൻ പോണ ആൾക്കാർ ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചേക്കോളാം. അപ്പൊ 3% അതിനകത്ത് വീടിന്റെ ഇതിനകത്ത് നിന്ന് ഇവർക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഈ ഹെൽപ്പ് ടു ബൈ സ്കീമിൽ എടുത്തുകൊണ്ട് ഈ 3% 8,000 സംതിങ് പൗണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതെന്തെങ്കിലും ഡിപ്പോസിറ്റിലേക്ക് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ വിലയിൽ കുറച്ച് കാണിച്ചാലോ അത് മറ്റേ ഈ ബാങ്കുകാർ അക്സെപ്റ്റ് ചെയ്തില്ല. ഈ ബാങ്കുകാർ എന്ന് പറയുമ്പോൾ മോർഗേജ് തരുന്നവരല്ല, ഹെൽപ്പ് ടു ബൈക്കാര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പോയി ബിൽഡേഴ്സിനോട് ചോദിച്ചു, അപ്പൊ ആ എമൗണ്ട് നമുക്ക് ഫ്ലോറിംഗിലേക്ക് ആഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോ ഈ ഫ്ലോറിംഗിന് നമുക്ക് ഈ മൊത്തം വീടിന്റെ ഫ്ലോറിംഗ് ഇടാനായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഈ ടൈൽ ഇടുന്നതിനും മേളിൽ കാർപ്പറ്റ് ഇടുന്നതിനും കൂടെ നമുക്ക് ഏകദേശം 13,000 സംതിങ് ആണ് അവർ കോട്ട് ചെയ്തത്. 13,000 സംതിങ്. 13,000 എക്സ്ട്രാ. അത് എക്സ്ട്രാ. അത് നമ്മൾ ഈ ഓഫർ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് 8,000 പൗണ്ട് ഓൾറെഡി ദിനുവിന് ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ട് അത് നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ മേലാത്തതുകൊണ്ട് അത് നമ്മൾ ഈ ഫ്ലോറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പൊ എക്സ്ട്രാ ഒരു 8,300 സംതിങ് ഇപ്പൊ എത്ര ബാക്കി എമൗണ്ട് വന്നല്ലോ, ഏകദേശം ഒരു 5,000 അടുത്ത് വന്നു. അതിനകത്ത് അവർ എനിക്കൊരു എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് തന്നു. പിന്നെ എനിക്കൊരു ചെറിയൊരു എമൗണ്ട്, ചെറിയതല്ല, 2,500 പൗണ്ട് എന്ന് പറഞ്ഞു വലിയ അതെ, ആ എമൗണ്ട് ഞാൻ പേ ചെയ്ത് വന്നു. പക്ഷെ എന്നാലും ഒരു വിധമുള്ള ബിൽഡേഴ്സ് ഒന്നും ഫ്ലോറിങ്ങിനൊന്നും കൊടുക്കുന്നില്ല. 500 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അതെ, ഫ്ലോറിങ്ങിനകത്ത് നമുക്ക് ഏകദേശം 2,500 രൂപ ഡിസ്കൗണ്ട് തന്നു. പക്ഷെ അത് എല്ലാവർക്കും അവർ കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് നമുക്ക് തന്നെന്ന് അറിയത്തില്ല. ചോദിച്ചവർ തന്നു, പിന്നെ അത് കഴിഞ്ഞ് ചോദിച്ചവർ കൊടുക്കുന്നില്ല. അതിപ്പോ അവരുടെ എന്താ പറയാ, നമ്മൾ വാങ്ങുന്ന വീടിന്റെ നമ്മളിപ്പോൾ ഡിറ്റാച്ച്ഡ് ആണോ സെമി ഡിറ്റാച്ച്ഡ് ആണോ എല്ലാത്തിനും ഡിപ്പെൻഡ് ആയിട്ടിരിക്കുക വരുന്ന ഓഫറും കാര്യങ്ങളൊക്കെ. ഓരോ വീടിനും ഈ ബിൽഡേഴ്സ് ഇട്ടേക്കുന്ന റേറ്റ് പല വിധത്തിലാണ്. റേറ്റും ഓഫറും പല വിധത്തിലാണ്. അപ്പൊ അതിന് നമ്മൾ വാങ്ങുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ എല്ലാ ബിൽഡേഴ്സും ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ പോയി ഇവിടെ വേറെ 1-2 ഡെവലപ്മെന്റ് പോയി നോക്കിയിരുന്നു. അവര് പലരും പലതാ പറയുന്നത്. ചിലർ വില കുറച്ച് തരാം എന്ന് പറയുന്നു, മൊത്തത്തിലുള്ള വിലയിൽ എമൗണ്ട് കുറച്ച് തരാം. പക്ഷേ ഫ്ലോറിംഗ് അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ബാക്കിയൊന്നും സെറ്റിൽമെന്റ് അതായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് അവരൊന്നും ചെയ്തു തരില്ല. നമ്മളത് എക്സ്ട്രാ നമ്മൾ പേ ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ട്. നമ്മളൊരു ആവറേജ് കാൽക്കുലേഷൻ എസ്റ്റിമേഷൻ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ഈ 5%-ഒന്നും നിൽക്കില്ല. അത് 5% നിൽക്കില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു നമ്മളിപ്പം വീട് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് കയറുമ്പോഴത്തേന് ഏകദേശം എല്ലാവരും പുതിയ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് നമുക്കൊരു TV ടേബിൾ ആണേലും ഒരു സോഫ സെറ്റ് ആണേലും ഇത്യാദി കാര്യങ്ങൾ, കട്ടില്, ബെഡ്, ഇതൊക്കെ ആയിട്ട് മേടിക്കുമ്പോഴത്തേനും നമുക്കൊരു ഏകദേശം ഒരു എക്സ്ട്രാ ഒരു 7 രൂപയോളം വരുന്നില്ലേ? 7,000 പൗണ്ടോളം. ഇപ്പൊ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എല്ലാം ഞാൻ ചാരിറ്റി ഷോപ്പിൽ നിന്നും മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ വാങ്ങിയ സാധനമായിരുന്നു. അത് ഒരുപാട് പലരും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നു. നമ്മൾ ഉപയോഗിച്ചു 2 വർഷത്തോളം ഉപയോഗിച്ചു. പിന്നെ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെയൊക്കെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാരും UK വന്നു കഴിയുമ്പോഴത്തേനും ആദ്യം നമ്മൾ നോക്കുന്നത് വില കുറച്ചുള്ള സാധനങ്ങൾ നമ്മൾ എവിടെ നിന്ന് മേടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊന്നില്ലേ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചാരിറ്റി ഷോപ്പിൽ നിന്ന് മേടിക്കും, അതല്ലെങ്കിൽ നമ്മുടെ
ഫ്രണ്ട്സ് ആരെങ്കിലും ഉപയോഗിച്ചിട്ട് ഇപ്പം കുറെ ആൾക്കാർ ഓസ്ട്രേലിയക്ക് പോയി അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കും. അപ്പം ഈ ഒരു ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേന് നമ്മളൊരു പുതിയ വീട് എടുക്കുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആരെയും കുറ്റം പറയുന്നല്ലോ കേട്ടോ, 5% കൊണ്ട് മാത്രം നിങ്ങൾ കൈവച്ചുകൊണ്ട് ഒരു വീട് മേടിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ നമ്മൾ ഒരാൾ വീട് എടുത്തു, അയാളെ വീട് എടുത്തെങ്കിൽ അയാൾ അതുപോലെ ഫൈനാൻഷ്യലി കറക്റ്റായിട്ട് എല്ലാം പക്കായിട്ട് പ്ലാൻ ചെയ്ത്. ഇപ്പം ഡിനു നാട്ടിൽ പോയിട്ട് 3 വർഷമായി, വന്നിട്ട് ഇതുവരെ ഡിനു നാട്ടിൽ പോയിട്ടില്ല. ഞാൻ വീട് വാങ്ങിച്ചിട്ട് പോവുക എന്നുള്ളൊരു പ്ലാനിൽ നിന്നതുകൊണ്ടാണ്, ഇത്രയും കാശ് സേവ് ചെയ്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ 2 തവണ പോയി വന്നിരുന്നെങ്കിലുണ്ടല്ലോ, ഓരോ പോകുമ്പോഴും 10 രൂപ ചെലവ് 4 പേര് നമ്മളൊന്ന് നാട്ടിൽ പോകണമെങ്കിൽ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ നമുക്ക് 4000 പൗണ്ടിന്റെ അടുത്ത് വരുന്നുണ്ട്. നാട്ടിൽ വേറെ ചെലവായി. പിന്നെ അതാണ് ഞാൻ പറയണത്, നമ്മളിപ്പം നാട്ടിൽ പോകേണ്ട ഒരാളെ ഇപ്പൊ നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടി വരാം. ഇപ്പൊ നമ്മൾ നാട്ടിൽ പോയേ പറ്റും എന്നുള്ള ഒരാൾക്കാരാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോയേ പറ്റും. അപ്പം നിങ്ങള് ഇപ്പൊ ഈ പുതിയ വീടിന്റെ സീരീസ് കണ്ടതുപോലെ തന്നെ ഇനി അടുത്തത് ഞാൻ പഴയ വീട് മേടിച്ച ഒരാളുണ്ട്. അപ്പം അവിടുത്തെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇനി ഒരു ദിവസം വന്നിട്ട് ഈ ഒരു വീടിന്റെ ആയിട്ട് ഒരു വ്ളോഗ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്തൊക്കെയാണ് ഫെസിലിറ്റി, ഇതിപ്പം ബേസിക് ആയിട്ട് ഞങ്ങളൊരു 1-to-1 ഒരു കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ട് വെറുത്തല്ല ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യണം. കാരണം എല്ലാവർക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് വേണം. കാരണം നമ്മൾ കാണുന്ന ഈ 1 മിനിറ്റ് റീലിനകത്ത് നമുക്ക് വരുന്ന ഇൻഫർമേഷൻ 5% മാത്രം നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാം, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ അതിന്റെ പുറകിലുള്ള പല കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ വിചാരിക്കാം നിങ്ങൾക്ക് പുതിയ വീട് എന്തിനാ ഒരു കുഞ്ഞ് വിലയുടെ വീട് മേടിക്കാൻ പാടില്ലേ? ഈ കുഞ്ഞു വിലയുടെ വീട് മേടിച്ചാലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫാമിലി വലുതാവാണ്. ചെറിയ വീട് അതിനകത്ത് നമ്മൾ ഒരുപാട് പണിയും ഡെവലപ്മെന്റ് ചെയ്യേണ്ടതായിരിക്കും. ഒരുപാട് പഴയ 100 വർഷം 120 വർഷം പഴക്കമുള്ള വീടുകളാണ് നമ്മുടെ ഈ സറൗണ്ടിങ്സിലുള്ളത്. തീർച്ചയായിട്ടും ആ വീടുകൾ മേടിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹീറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ഫ്ലോറിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് പെയിന്റിങ് മാത്രമല്ലല്ലോ, നമുക്ക് അതിനകത്ത് ഈ പ്ലംബിങ്, സേഫ്റ്റി ഇതെല്ലാം. ഇതിപ്പോ ഞാൻ പറയണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് വീട് നോക്കി കണ്ടെടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ എന്റെ കാര്യം പറയാലോ, ഈ ഒരു പ്ലംബിംഗ് ആവട്ടെ, ഒരു കാർപ്പൻറ്ററിങ് ആവട്ടെ, ഒരു സംഗതികളാവട്ടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്കൊരു കടയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു തക്കാളിയോ വെങ്കായമോ എന്തായാലും നോക്കി കണ്ടെടുക്കാനായിട്ട് നമുക്ക് ഒരു തേങ്ങ അറിയാൻ മേലാത്ത ആൾക്കാരാണ് ഞാൻ. ടു ബി ഫ്രാങ്ക് പറയാണ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യാനായിട്ട് നോക്കുന്നതും, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്നതും, നമ്മൾ ഓരോരോ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ തന്നെ ചെയ്തു പഠിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരിൽ ഒരു 10 പേരിൽ ഒരു 5 പേർക്ക് നിങ്ങൾക്ക് വീട് നോക്കിയെടുക്കാൻ അറിയുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിയെടുത്തു. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു 15,000 രൂപയും കൊണ്ട് വീട് മേടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കട്ടെ. അപ്പൊ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറയുന്നുണ്ടാവും, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അറിയാൻ മേലാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5%, ബാക്കി 20% ഹെൽപ് ടു ബൈ സ്കീമിലാണ് വെയിൽസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ 5 വർഷത്തിനകത്ത് നമ്മൾ തിരിച്ചടയണം. അതല്ലെങ്കിൽ 5 വർഷം വരെ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല. 5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അടച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആകുന്നുണ്ട്. പിന്നെ ഇനി ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ വീട് റീമോർഗേജ് ചെയ്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി അതിനകത്തുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ ഒരു സംഗതി നമ്മൾ കവറപ്പ് ചെയ്തു. അടുത്ത ഒരു വ്ലോഗില് നമുക്ക് തീർച്ചയായിട്ടും വീടിന്റെ ഒരു ഹോം ടൂറും, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഇതിനകത്ത് എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഹോം ടൂർ വീടിനകത്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും ഈ 1 മിനിറ്റ് റീൽസിനകത്ത് പറഞ്ഞു കേട്ടുകൊണ്ട് നമ്മൾ വീട് മേടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നേക്കാളും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്ലിയർ ചെയ്യുക. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പോകാനായിട്ടുള്ള പൈസ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പൈസ, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൈസ നമ്മൾ മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് എടുത്തു വെച്ചിരിക്കണം.
വീട് മേടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ആ വീട് മേടിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി മേടിക്കേണ്ടതും അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വേണ്ടി താമസിക്കാനായിട്ടുള്ള ഒരു വീടായിരിക്കണം. അതല്ലാതെ പിന്നെ ഇനിയൊരു മെയിൻ ഡയലോഗ് വരുന്നതാണ് ഈ മിക്ക ആൾക്കാരുടെ അടുത്തുനിന്നും, എടാ നിന്റെ ഒരു മാസത്തെ വാടക നീ മോർഗേജ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം അത് കാര്യം ഒരു മാസത്തെ വാടക അങ്ങോട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയും നിങ്ങൾക്ക് ഉണ്ടായില്ല. ഒരു മാസത്തെ വാടകയുടെ മുകളില് ഒരു 500 തൊട്ട് 600 പൗണ്ട് വരെ എക്സ്ട്രാ വരും. ഏകദേശം 500 തൊട്ട് 600 പൗണ്ട്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന 650 പൗണ്ടാണ് 2 ബെഡ്റൂമിന്റെ വീടിന്റെ വാടക. ഇപ്പൊ ഞാനൊരു 3 ലക്ഷം രൂപയുടെ വീട് മേടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 1100 തൊട്ട് 1300 വരെ ഒരു ജസ്റ്റ് നമ്മുടെ വാടക ഇത് മാത്രം വരും, മോർഗേജ് മാത്രം വരും. അത് കൂടാതെ നമുക്ക് കൗൺസിൽ ടാക്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, ഇത് കൂടാതെ ഇൻഷുറൻസ് ഉണ്ട്. ഇതിന്റെ ഉപരി മെയിന്റനൻസ് ലാൻഡ്ലോഡ് ലാൻഡ്ലോഡ് അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇത് ഇപ്പൊ പുതിയ വീട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷത്തിന്റെ പ്ലംബിങ്ങും അതുപോലത്തെ ഗ്യാരണ്ടിയും ഉണ്ടാവും. 10 വർഷത്തിന്റെ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവും. ഈ 10 വർഷത്തിന്റെ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്രാക്ക്, ചെറിയ ക്രാക്കല്ല, 1 പൗണ്ട് അതിനകത്തോട്ട് പോവുകയാണെങ്കിൽ, അത്രയും വലിയ ക്രാക്ക് വരുവാണെങ്കിൽ മാത്രം അവര് വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരുള്ളൂ. അതല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തു തരികയില്ല. ഇനി അടുത്ത ഒരു വ്ളോഗില് നമ്മൾ പഴയ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആയിരിക്കുന്ന വീട്, പുതിയ വീടല്ലാതെ പഴയ വീട് മേടിച്ചേക്കുന്ന ആൾക്കാരുടെ ഒരു സീരീസും കൂടി വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് പറയുന്ന കാര്യം, നിങ്ങളുടെ 1 മാസത്തെ ശമ്പളം ഒരു മാസത്തെ വാടക അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോർഗേജ് ക്ലിയർ ആവില്ല. അതുകൂടാതെ 5 വർഷത്തിനകത്ത് സെയിൽസിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനുള്ള സേവിംഗും സ്റ്റാർട്ട് ചെയ്യണം. 5 വർഷത്തിനകത്ത് 60,000 പൗണ്ട് ബാക്കിയുള്ള 3 ലക്ഷത്തിന്റെ വീട് മേടിക്കുവാണെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്യും. ഈ ഉള്ള സംഗതികളൊന്നും ഒറ്റ ഒരു സ്ഥലത്തും പറയുകയല്ല. ഇതൊരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യം. ഞങ്ങള് ഇല്ലീഗൽ ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തല്ല, ഇത് നമ്മൾ കറക്റ്റായിട്ട് ലീഗലായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പൊ അളിയ താങ്ക് യു സോ മച്ച്. ഇത്രയും ട്രൂത്ത്ഫുൾ ആയിട്ട് നമ്മുടെ ഞാൻ വിളിച്ച് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചോളൂ കേട്ടോ അളിയൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു, വന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കാരണം തിരക്കുള്ള ആള് കുറച്ച് പിള്ളേർ സമയം ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടു കാണും കുറച്ചൊക്കെ. പക്ഷെ ഇനി ഇതുപോലത്തെ കുറെ വീഡിയോസ് ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്തായാലും നീ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ വീട് വാങ്ങാൻ ഇറങ്ങുമ്പോൾ നമ്മള് വെറുതെ കയ്യിൽ 5% കൊണ്ട് മാത്രം ഇറങ്ങിയിട്ട് കാര്യം. 5 അല്ലെങ്കിൽ ഇപ്പോ ഹെൽപ് ടു ബൈ വാങ്ങുവാണെങ്കിൽ 5% അല്ലെങ്കിൽ 10%, അവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. 10% അടച്ചിട്ട് വാങ്ങുമ്പോ ബാക്കി എമൗണ്ട് ഇൻട്രസ്റ്റ് കൂടും. 90% മോർഗേജിന് 75% മോർഗേജിനേക്കാളും കൂടുതലായിരിക്കും ഇൻട്രസ്റ്റ്. മനസ്സിലായില്ലേ? പിന്നെ അപ്പോ അതിനനുസരിച്ച് EMI കൂടും. പിന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ, ഫ്ലോറിങ്, ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കർട്ടൻ ഇടണം, അതിനുള്ള പോൾ വാങ്ങണം, പിന്നെന്താ വേണ്ട വീട്ടിലേക്കുള്ള ഫർണിച്ചർ അത്യാവശ്യം വാങ്ങണം, വാർഡ്രോബ്സ് ഉണ്ടാവില്ല. ഒരുവിധമുള്ള വലിയ ഹൗസസിലൊക്കെ ഇന്റഗ്രേറ്റഡ് വാഷിംഗ് മെഷീനും അപ്ലയൻസസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ബാക്കി സംഭവങ്ങൾ വാങ്ങണ്ടേ നമ്മള്. പിന്നെ വീട്ടിലോട്ട് വേണ്ട എന്താ പറയുക, കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങേണ്ടി വരും. പിന്നെ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ വാങ്ങണം. വാർഡ്രോബ്സ് ഉണ്ടാവില്ല, മെയിൻ വാർഡ്രോബ്സ്. നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് സ്പേസ് വേണം നമുക്ക്. അപ്പൊ നല്ല രീതിയിലുള്ള വാർഡ്രോബ് വേണം. ആ വാർഡ്രോബ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് നല്ല എമൗണ്ട് ആണ്. അതെ, ഇതൊക്കെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് നടക്കുള്ളൂ. EMI ആയിട്ടോ അല്ലെങ്കിൽ ലോൺ ആയിട്ട് എടുത്ത് വാങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ അതും അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് അപ്പം വീടെടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാര് മര്യാദക്ക് കുത്തിയിരുന്ന് ആലോചിക്കുക, പ്ലാൻ ചെയ്ത് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ചാടിക്കൽ വീടെടുക്കാം. ഇവരും വീടെടുക്കാൻ നാട്ടിൽ ഒരുത്തൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരുത്തൻ 4 ബെഡ്റൂമിന്റെ വീട് എടുത്ത് ഞാനൊരു 3 ബെഡ്റൂമിന്റെ എടുക്കണം എന്ന് ഓർത്തോണ്ട് ഇവിടെ ചെയ്യാൻ നിന്ന് ആന അപ്പിടുന്ന പോലെ അണ്ണാൻ അപ്പിടാൻ നിൽക്കാൻ നോക്കല്. ഇത് വേറെ രീതിയിലൊന്നും നിങ്ങൾ എടുക്കല്. ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമന്റ് അടിക്കുക കേട്ടോ. താങ്ക് യു. അപ്പൊ താങ്ക്സ്.